ഹായ് ഗൈസ്, ഇതാണ് എൻ്റെ റൂമിൻ്റെ സെറ്റപ്പ് ഇപ്പോൾ ഉള്ള കറണ്ട് അവസ്ഥയിൽ. ഓക്കെ, ഇതാണ് എൻ്റെ റൂമിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം വരുന്നത്. നമ്മൾ ട്രേഡിങ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡെസ്കിലാണ്. ഇതല്ല ലാപ്പ്, ഇതെൻ്റെ ഫസ്റ്റ് ലാപ്പാണ്. ഹായ് ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളൊരു 3 മാസം മുമ്പാണ് നമ്മളൊരു റൂമിൻ്റെ മേക്ക് ഓവറും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഉള്ള അവസ്ഥ നോക്കലാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ജസ്റ്റ് ഇതാണ് അവസ്ഥയുള്ളത്. കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് ഞാൻ കുത്തിക്കേറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, നോർമലി ഞാൻ എൻ്റെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെ ഉണ്ടാകാറുള്ളത്. ഓക്കെ, വലിച്ചു വരടുന്ന ഒരു ടൈപ്പാണ്. നമ്മുടെ സിസ്റ്റത്തിന്റെ മെയിൻ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു മോണിറ്റർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഈ ഒരു മാഗ്നി ആയിക്കോട്ടെ, കീബോർഡ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു മൗസിൻ്റെയും കാര്യങ്ങൾ അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നുണ്ടാകുക. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു സമയത്ത് വാങ്ങിയിട്ടുള്ള ഒരു ചെയർ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചെയർ തന്നെയാണ്. ബട്ട് അത്ര അടിപൊളിയൊന്നുമല്ല, നമുക്ക് ജസ്റ്റ് ഒരു കുഷനിങ് എഫക്റ്റ് കിട്ടുന്നുണ്ട്. അതേപോലെ കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാം. പക്ഷെ ലോങ് ടൈമെല്ലാം യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്കൂറെല്ലാം സിംഗിൾ സ്ട്രെച്ചിലായിട്ട് ഇരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇതൊരു അടിപൊളിയായിട്ടുള്ള ചേരുന്നില്ല. ഞാൻ വളരെ കുറച്ച് ടൈം മാത്രമേ സ്ക്രീനിന്റെ മുന്നിൽ സ്പെൻഡ് ചെയ്യാറുള്ളൂ. കുറച്ച് എഡിറ്റിംഗ് ഉണ്ടാവും, നമ്മൾ വീഡിയോസ് എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ട്രെയിനിങ്ങിന് വേണ്ടിയിരിക്കും, ക്ലാസ് എടുക്കാൻ വേണ്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആണ്. പക്ഷെ കുറേ സമയം ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചെയർ നോക്കാം. ഞാൻ അന്ന് പാർട്ടുണ്ടായിരുന്നു ബെറ്റർ ആയിട്ടുള്ള ചെയർ ആണെന്നുള്ളത്. ഇപ്പം എൻ്റെ യൂസറിൻ്റെ ഒരു റിവ്യൂ പറയാനാണെന്നുണ്ടെങ്കിൽ ഓക്കെ ബേസ് ഉള്ളതാണ്. ആ ഒരു പൈസക്ക് നോക്കുന്ന സമയത്ത് വേർത്ത് ആയിട്ടുള്ള ഒരു ചെയർ കൂടിയാണ്. ഓക്കെ, ലുക്കെല്ലാം കാണാൻ അടിപൊളിയാണ്. ബട്ട് കുഴപ്പമില്ല, അങ്ങനെ ഒരു ടൈപ്പാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മാഗ്നിയുടെ സ്പീഡ് നോക്കാം. ഓൺ ആകുന്നത് നമുക്ക് സ്വിച്ച് വരുന്നത് ഇതിൻ്റെ താഴെയാണ്. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ആ ഒരു എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആ ഒരു മാഗ്നിയുടെ സ്വിച്ചിൻ്റെ കാര്യത്തിനാണ്. നമുക്കിപ്പോൾ മുകളിലാണ് സൈഡിലാണെന്നുണ്ടെങ്കിൽ സുഖമായിരുന്നു. ഇതിങ്ങനെ പൊക്കിയിട്ട് വേണം താഴെ നിന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മാഗ്നിയുടെ കേസിൽ വന്ന സമയത്ത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ആ ഒരു സമയത്ത് വാങ്ങിയൊരു പോർട്ടും കാര്യങ്ങളുണ്ട്. ഞാൻ പെൻഡ്രൈവും കാര്യങ്ങളും കണക്ട് ചെയ്യുന്നത് ഇതുവരെ ഇഷ്യൂസോ കാര്യങ്ങളോ തോന്നിയിട്ടില്ല. ചെറിയൊരു പൈസ സംതിങ് ആയിട്ട് മുടക്കിയിട്ടുള്ള ഒരു 300 രൂപ സംതിങ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായത്. ഒരു പൊട്രോണിക്സ് സംതിങ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് നമ്മളത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമ്മുടെ സിസ്റ്റം ഓപ്പൺ ആയിട്ടുണ്ട്. സിസ്റ്റത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നിയത്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 17,000 രൂപ സംതിങ് ആയിരുന്നു ഈ ഒരു സ്ക്രീനിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പം 16,500 സംതിങ് ആയിട്ടാണ് ആ ഒരു ഓഫറും കാര്യങ്ങളും വന്നിട്ടുള്ളത്. ഓക്കെ, അടിപൊളി സ്ക്രീനാണ്. നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കർവ് ഡിസ്പ്ലേയും കാര്യങ്ങളും വരുന്നുണ്ട് ആ ഒരു എമൗണ്ടിന്. അതേപോലെ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വർക്കും കാര്യങ്ങളും ചെയ്യാനും പറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ട്രേഡിങ്ങിന്റെ കാര്യമെല്ലാം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും സ്ക്രീനിൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് സ്ക്രീനിൽ ഓപ്പൺ ചെയ്യാനും പറ്റും. അതേപോലെ ട്രേഡിങ്ങിന്റെ ടെർമിനലും കാര്യങ്ങളെല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഞാനൊരു മാക്കും കൂടി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്കിനിയിപ്പോൾ ഇതിന്റെ വേറൊരു മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഷ്യൂ അല്ല, ചെറിയൊരു ലാഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമ്മുടെ ഒരു കീബോർഡ് നോക്കലാണെന്നുണ്ടെങ്കിൽ കീബോർഡ് ഞാനിപ്പോൾ പ്രസ് ചെയ്യുന്നുണ്ട് 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ടൈം എടുക്കാറുണ്ട്. പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വരാറുണ്ടാകുന്നില്ല. ആ ഒരു കണക്ഷൻ്റെ ആ ഒരു ഇഷ്യൂ, ഡിലേയും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ബ്ലൂടൂത്തിൻ്റെ ആണോ എനിക്കറിയില്ല, കറക്റ്റായിട്ട് ടെക്നിക്കലായിട്ട് എനിക്കറിയില്ല. ആ ഒരു ഡിലേസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ. ചില സമയങ്ങളിൽ നമ്മൾ അർജന്റായിട്ട് ടൈപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ ആ ഒരു കണക്ഷൻ്റെ ഇഷ്യൂ വരുന്നുണ്ടാകും. പക്ഷെ ഒരു 3-4 സെക്കൻഡ് കൊണ്ട് തന്നെ അത് റെഡി ആവും. ഓക്കെ, അതേപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഇത്രയും ടൈമാണ് നിൽക്കാറുള്ളത്. ഓക്കെ, കുഴപ്പമില്ലാത്ത ഒരു സ്പീഡായിട്ടുള്ള ഓപ്പണിങ് കാര്യങ്ങളുണ്ട്. നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ളൊരു വിൻഡോസും കാര്യങ്ങളെല്ലാം ഓപ്പൺ ചെയ്തിട്ട് ഞാൻ വർക്കും കാര്യങ്ങളും ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ നോർമലായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാനിപ്പം മെയിനായിട്ട് യൂസ് ചെയ്യുന്ന എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന VN ആണ്. നമ്മൾ ഈ മൊബൈലിൽ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് അത്ര വലിയ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല, കളർ ഗ്രേഡിങ് അങ്ങനത്തെ ഒന്നുമില്ല. ജസ്റ്റ് കട്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, അങ്ങനത്തെ സംഭവമല്ലേ ഉള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ട്രേഡിംഗ് വ്യൂ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ക്രോം, ബാക്കിയുള്ള കാര്യങ്ങൾ ടെലഗ്രാം, മൾട്ടിപ്പിൾ ആയിട്ട് ഒരു വിൻഡോസ് ഓപ്പൺ ചെയ്യുന്നത്. എനിക്ക് ഇതുവരെ ലാഗോ കാര്യങ്ങളൊന്നും ഫീൽ ആയിട്ടില്ല. അടിപൊളിയായിട്ടുള്ളൊരു നമ്മളെങ്ങനെയാണോ ഞാൻ ഒരു ബാക്ക് യൂസ് ചെയ്യുന്ന ഒരു സെയിം എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ മൗസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പക്കാ ഷോക്കാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോൾ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു വയർഡ് ആയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ബാറ്ററി മാറ്റേണ്ടതായിട്ട് വരും. ഓക്കെ, ഞാൻ ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല ബാറ്ററീസ് ഞാൻ മാറ്റി. എനിക്ക് അത് വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. വയർഡ് ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ആ ഒരു കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ചാർജ് പോകുന്ന കാര്യങ്ങളിൽ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി നോക്കുന്ന സമയത്തായിരിക്കും ചാർജ് ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ബാറ്ററി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും സിസ്റ്റം ബിൽഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി നല്ലത് വയർഡ് ആയിട്ടുള്ള സംഭവമാണ് നല്ലത് ഉണ്ടാകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ നോക്കലാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൻ്റെ കാര്യം കൂടി പറയാം. ഞാൻ കൂടുതൽ സമയം ഇതിന് മുന്നേ സ്പെൻഡ് ചെയ്യാറില്ല. ഓക്കെ, മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂറായിരിക്കും സിംഗിൾ സ്ട്രെച്ചിൽ ഇരിക്കുന്നുണ്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് ഇവിടെ
ഈ ഒരു സിസ്റ്റം എടുക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ആൾക്കാരായിട്ട് കടകളിൽ ഒരുപാട് കടയിൽ കയറിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സ്ക്രീൻ എടുക്കാൻ. ഞാൻ മാനുവലായിട്ട് പോയിട്ട് ഷോപ്പിൽ നിന്ന് എടുക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെല്ലാം സംസാരിച്ച സമയത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആയിരുന്നു ഞാൻ നോക്കുന്ന സമയത്തുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഞാനിപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലേക്കായിരിക്കും എനിക്ക് കാണുന്നുണ്ടാകുക. മെയിൻ ഈ ഒരു സെൻട്രൽ പോയിന്റ് ആയിരിക്കും കാണുന്നുണ്ടാകുക. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു സൈഡ്സ് ഒന്നും ആവശ്യം വരുന്നില്ല. ഞാൻ ട്രേഡ് ചെയ്യുന്ന സമയത്താണ് ഇത് ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്ക്രീനും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് അവർ പറഞ്ഞ മെയിൻ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു തലവേദനയായിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇത്രയും നാൾ ഞാൻ അത്രയും ടൈം സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, മൊത്തത്തിലൊരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു സെറ്റപ്പ് തന്നെയാണ്, വേർത്ത് ആയിട്ടുള്ളൊരു സെറ്റപ്പ് തന്നെയാണ്. ഈ ഒരു പൈസക്ക് നമുക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാക് മിനിയും ഈ ഒരു സ്ക്രീനും ഈ ഒരു കീബോർഡെല്ലാം കൂടിയിട്ട് നമുക്കൊരു വേർത്ത് ആയിട്ടുള്ള സെറ്റപ്പാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഓവറോൾ എക്സ്പീരിയൻസ് ബേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, ഒരു എക്സൽ എന്നുള്ള രീതിയിലുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ഇത്രയും നാളായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതേപോലെ എനിക്ക് കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളും കൊണ്ടുവരാൻ എന്നുള്ളത് ഈ ഒരു അന്ന് കുറേ ആൾക്കാർ മെൻഷൻ ചെയ്തായിരുന്നു ഈ ഒരു ടേബിൾ ചേഞ്ച് ചെയ്യണം എന്നുള്ളത്. ബട്ട് ഞാൻ അതിൻ്റെ കാര്യം നോക്കണില്ല. കാരണം വെച്ചാൽ എനിക്കിത് കംഫർട്ടബിൾ ആണ്. ഞാൻ അത്ര ലുക്ക് നോക്കണില്ല. കാരണം വെച്ചാൽ ചില ഭയങ്കര രീതിയിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിക്കലി ആ ഒരു ആംബിയൻസ് കൊണ്ടുവരാൻ നോക്കണം. എനിക്ക് ഇത്ര ആംബിയൻസ് തന്നെ ധാരാളമാണ്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഒരു എക്സൽ എന്നുള്ള രീതിയിലാണ് നമ്മുടെ സിസ്റ്റം കാര്യങ്ങളെല്ലാം വർക്ക് ആയിട്ടുള്ളത്. ഈ ഒരു എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടുള്ളത് നമുക്കിനി കുറച്ചും കൂടി കഴിയുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലംസ് വരുത്താണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്തതാണ്. ഓക്കെ.